എറണാകുളം വൈറ്റ്ലയിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ അനുഗ്രഹ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് 26-ാം തീയതി തൊട്ട് ഓണസദ്യയൊക്കെ തുടങ്ങി. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ ഒന്നാം ദിനം റെസ്റ്റോറൻറ്റാണ്. ഫ്രണ്ടിലൊരു കൗണ്ടറുണ്ട്. അവിടെ ലഡു, അതുപോലെ തന്നെ ജിലേബി, സ്നാക്സ് എല്ലാം ഇരിപ്പുണ്ട്. സാധാരണ ഇലയട കാണാറുണ്ട്. ഇവിടുത്തെ മെയിൻ ഐറ്റം ഇന്ന് ഉച്ചയ്ക്ക് സദ്യയാണ്. സദ്യ കൂടാതെ നോർത്ത് ഇന്ത്യൻ മീൽസും ഉണ്ട്. ഇത് AC റെസ്റ്റോറൻറ്റാണ്. അത്യാവശ്യം നീറ്റായ ആംബിയൻസ്. ഞങ്ങൾ 2 പേര് ഇലസദ്യ മേടിച്ചു. ആണ് ഇവിടുത്തെ ഇലസദ്യ. 330 രൂപയാണ് ചാർജ്. ഇടതുനിന്ന് ഉപ്പേരി, നാരങ്ങ അച്ചാർ, ഇഞ്ചിപ്പുളി, മാങ്ങ അച്ചാർ, അവിയൽ, മധുരക്കറി, ക്യാബേജ് തോരൻ, കൂട്ടുകറി. ആ ഇലയുടെ വലതേ മൂലയിൽ വെച്ചിരിക്കുന്നത് കാളനാണ്. കൂടാതെ ശർക്കര പുരട്ടിയും ചിപ്സും. ഇലയുടെ വലതേ മൂലയിലിരിക്കുന്നത് കാളനാണ്. അത് കഴിഞ്ഞ് കൂട്ടുകറി, അവിയൽ, മധുരക്കറി, ക്യാബേജ് തോരൻ, അതുപോലെ തന്നെ പുളിയിഞ്ചി, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, ചിപ്സ്. അപ്പോൾ ചോറ് വന്നു. മട്ടേരിയാണ്. ഒഴിക്കാനായിട്ട് നെയ്യും പരിപ്പും ഉണ്ട്. ഇതാണ് ഇവിടെ ഈ ഊണിന് കൂടെ കിട്ടുന്ന 2 പായസങ്ങൾ. ഒന്ന് പാലടയും അതുപോലെ തന്നെ ഒന്ന് പരിപ്പ് പായസവും. ഒഴിക്കാനായത് ആദ്യം തരുന്നത് പരിപ്പും അതുപോലെ തന്നെ സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്. ഇതവിടുത്തെ മസാല ദോശയാണ്. ഈ മസാല ദോശയുടെ പ്രൈസ് ഏകദേശം 115 രൂപയാണ്. നേരത്തെ കാണിച്ച ആ ഓണസദ്യ ഇത് 350 കൂടെ പപ്പടമുണ്ട്, പഴമുണ്ട്. ഇത് 350 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സ്വല്പം അന്യായം തന്നെയാണ്. ബില്ലിനകത്ത് കാണിക്കുന്ന 323 ഉണ്ട്. അതിൻ്റെ കൂടെ GST ഉണ്ട്. ഏകദേശം ഒരു 350 എന്നല്ല 330ഓളം പ്രൈസ് വരും. ഇത് സ്വാഭാവികമായിട്ട് ഇതേ ഊണ് ഏകദേശം 160 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സാധാരണ റെസ്റ്റോറൻറ്റിൽ കിട്ടും. ഇത് ഞാൻ വാങ്ങിയത് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ മീൽസാണ്. നോർത്ത് ഇന്ത്യൻ മീൽസിൻ്റെ കൂടെ 2 ചപ്പാത്തി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ്ടേ ഈ വെജിറ്റബിൾ കറി കിട്ടുന്നുണ്ട്. സാമ്പാർ, ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, റൈത്ത, ഗോബി മഞ്ചൂരിയൻ ഡ്രൈ, പനീർ ബട്ടർ മസാല, പായസം, റൈത്ത, തൈര്, അച്ചാർ, പരിപ്പ്. ഇത്രയുമാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇത് കൂടാതെ ഒരു മസാല പപ്പടമുണ്ട്. നമുക്ക് ഇവർ അഡീഷണലായിട്ട് ബിരിയാണി തരത്തില്ല, സാധാ റൈസാണ് തരുന്നത്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 230 രൂപ വരും. ഈ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ അത്യാവശ്യം നല്ല സാധനം തന്നെയായിരുന്നു. അതുപോലെ തന്നെ പനീർ ബട്ടർ മസാലയും നല്ലതായിരുന്നു. ഒരു പാലക്കിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. പാലക്കിൻ്റെ കറി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ബിലോ ആവറേജ് ആയിരുന്നു. എനിക്ക് പിടികിട്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണക്കാലം ആയപ്പോഴത്തേക്ക് ഈ സദ്യ എന്ന് പറഞ്ഞ് എറണാകുളത്ത് അനിയന്ത്രിതമായിട്ട് വില വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് 6-7 വർഷം മുമ്പ് അനുഗ്രഹയിൽ ഒരു 110-120 റേഞ്ചിൽ നല്ല ഒന്നാന്തരം ഇലസദ്യ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അവരും ബിസിനസ് പഠിച്ചു. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ്. നല്ല നീറ്റ്നെസ് ഉണ്ട്. സദ്യയൊക്കെ വളരെ നല്ല സദ്യയാണ്. നല്ല ടേസ്റ്റുള്ള സദ്യയാണ്. പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലായിപ്പോയി. പായസമൊക്കെ ചോദിച്ചാൽ രണ്ടാമത് ചോദിച്ചാൽ ലാവിഷായിട്ട് തരും. അതുപോലെ തന്നെ കറികളും എല്ലാം ലാവിഷായിട്ട് ഇട്ട് തരും. അതിനകത്തൊന്നും യാതൊരു സർവീസിൻ്റെ കാര്യത്തിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷേ പ്രൈസ് ഓൺ ദ ഹയർ സൈഡ്. അതാണ് പ്രശ്നം. സാധാരണ റെസ്റ്റോറൻറ്റിൽ പോലും ഇപ്പോൾ 5 പേർക്ക് ഉള്ള ഓണസദ്യ 2250 രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും ഈ റേഞ്ച് വരുന്നത്. കാരണം വെച്ചാൽ ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ പ്രൈസ് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഡിഫറൻസ് ഒപ്പീനിയൻ വരുന്നത്. ഇതാണ് ഈ സ്ഥാപനത്തിൻ്റെ കിട്ടിയ ബില്ല് 1360. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഹോട്ടലാണ് അനുഗ്രഹം.